Hello guys, welcome to my channel. This is Gopika signing. Go and watch my video. Guys, ഇന്ന് ഞാൻ ഓഫീസിൽ പോവാണ്. സെയിം ഡേ, സെയിം എവറിത്തിങ് സെയിം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വീഡിയോ വ്ലോഗ് തുടങ്ങി എടുക്കാൻ പോവാന്ന്. അപ്പോൾ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു ഗൈസ്. അതിനപ്പം ട്രോളി വിടുകയും ചെയ്തു. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഒരുത്തി എന്നെ കൂട്ടാനങ്ങ് പോവാ. ഞാൻ കാണിച്ചു തരാം. വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് അറിയാവുന്നത് കൊണ്ടും അവൾ എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ കണ്ടു തിണ്ടി. അങ്ങനെ ഗൈസ് എന്നത്തെ പോലെ ഞാൻ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസ് ചെയ്തിട്ട് ബാക്കി തരും. ബൈ. ഓഫീസിലെത്തി ഗൈസ്. എങ്ങനെയൊക്കെ കുഴഞ്ഞു വല്ലാണ്ടായി. ഞാൻ വൈകിട്ടില്ലെങ്കിൽ ബാക്കി വിശേഷമൊക്കെ പറയാം കേട്ടോ. ബൈ. ഫുഡ് മേടിച്ചു ഗൈസ്. ഞാൻ കുക്ക് ചെയ്യല്ല ചെയ്യുന്ന ഹോസ്റ്റലിൽ. ഞാൻ ഫുഡ് മെസ്സിന് കൊടുത്തേക്കാണ്. നമ്മുടെ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നം. കുഴപ്പമില്ല, നല്ല ഫുഡാണല്ലോ. എനിക്ക് അവർ ഫുഡ് കൊടുക്കും. പിന്നെ എൻ്റെ കറിയൊന്നുമല്ല, അതായിട്ട് പറയാം. പിന്നെ കുഴപ്പമില്ല ഗൈസ്, നല്ല ഫുഡാണ്. പിന്നെ ഞാനിപ്പോൾ വീക്കെൻഡ്സ് ഒഴികെ ബാക്കിയ ദിവസങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഇല്ല, അല്ലാതെ. ഓക്കെ ബൈ. കഴിച്ചിട്ട് വരാം. ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ തോന്നി. താങ്ക് യു. ഇന്നത്തെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. വീട്ടിൽ പോവാണ് ഗൈസ്. അങ്ങനെ വരികഴിഞ്ഞൂടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം. അങ്ങനെ ഗൈസ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകും കേട്ടോ. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഈ കടയിൽ കയറി. എൻ്റെ പൊന്നി എന്നാ മറങ്ങിട്ടേച്ചാ എന്നാൽ പിന്നെ ഒരു പഫ്കോൺ എടുത്തേക്കാണ്. പഫ്കോൺ എടുത്തു ഗൈസ്. പഫ്കോൺ മേടിച്ചു, നമുക്ക് കഴിക്കാം. അത് കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും നെൽച്ചിങ്ങമ്പുഴ പാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അപ്പൂപ്പന്മാരെല്ലാം ക്യാരംസ് കളിച്ചോണ്ടിരിക്കുന്നു. ഹായ് ഗൈസ്, ഇതെൻ്റെ ഫ്രണ്ടാണ് ഗൈസ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. അങ്ങനെ ചെങ്ങമ്പുഴ പാർക്കിൽ കയറി ഞങ്ങൾ കുറച്ചേരം സംസാരിച്ച് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു നേരെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നേരെ കിട്ടും തേരാപ്പാരയൊക്കെ നോക്കി എൻ്റെ പൊന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം കേട്ടോ. എല്ലാ ദിവസവും സെയിം കണ്ടന്റാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല. വല്ല എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ ഞാനത് എടുക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇതിപ്പോൾ ഒന്നും കിട്ടാറില്ല. ഞാൻ നോക്കട്ടെ. ഗൈസ്, ഇന്നത്തെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്ഥിരം പോകുന്നു അല്ലേ. പക്ഷേ രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ സെറ്റായിട്ട് വരികയാണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ട് തുടങ്ങി എൻ്റെ ഓഫീസ്. പിന്നെ വേറൊന്നുമില്ല. ഓഫീസ് ടൈം കഴിഞ്ഞു നേരെ തിരിഞ്ഞ് വരുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരനെ മീറ്റ് ചെയ്തു. അവളെ കണ്ടു. അവളായിട്ട് കുറച്ച് നേരം ഇപ്പോൾ ചെങ്ങമ്പുഴ പാർക്കിൽ പോയി ഞാൻ എക്സസൈസ് ചെയ്യാണ് ഗൈസ്. പരിപാടി നല്ലല്ലേ എക്സസൈസ്? ഐ തിങ്ക് സോ ഇറ്റ്സ് ഗുഡ് ഫോർ മൈ ഹെൽത്ത്. അതുകൊണ്ട് എക്സസൈസ് ചെയ്ത് ഫുള്ള് വിയർത്ത് കുളിച്ച് വരികയാണ് ഗൈസ്. പിന്നെ വേറെ ഇതായിട്ടൊന്നുമില്ല. പണ്ടത്തെക്കാട്ടിൽ എനിക്കൊന്ന് ഫ്രണ്ട്സിനോടൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഷെയർ ചെയ്തു. ഇന്ന പോലെ എന്നൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ എന്തോ മടി അങ്ങ് മാറി. എന്നുവെച്ചാൽ ഒരു ആദ്യം ഭയങ്കര വീഡിയോ എടുക്കാനും വീഡിയോ ഇതാക്കാനും റോഡിൽ കൂടെ പോകുമ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് മാറി വരുന്നുണ്ട് എനിക്ക്. ഞാനിപ്പോൾ ഓക്കെയാണ്. പിന്നെ ഒന്നുമില്ല ഗൈസ്. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇനി അതർ തിങ്സ് ഇനി പുതിയ കണ്ടൻറ്റ്സ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലതായിരിക്കും, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വാട്ട് അതർ തിങ്സ് വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ആൻഡ് എനിക്കിപ്പോൾ വേറൊരു സന്തോഷം കൂടി ഉണ്ട്. എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസ് ഏകദേശം ഒരു 41 വ്യൂസ് അല്ലെങ്കിൽ 23 വ്യൂസായി. അതെന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ ഒരു വലിയ കാര്യം കേട്ടോ. കാരണം യൂട്യൂബിനെ പറ്റി എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടാ. യൂട്യൂബ് എങ്ങനെ എടുക്കേണ്ട, വ്ളോഗ് എങ്ങനെയാണ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. ആൻഡ് 12 സബ്സ്ക്രൈബേഴ്സ്. ഇത്ര ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്.
ആരും വീട്ടുകാർക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങി എടുത്തു എന്നൊക്കെ. ബട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ലൈക്സും വ്യൂസും ഒക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. വേറെ ഒന്നുമില്ല, ഇതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ കണ്ടൻസും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ ആറ്റ് ദിസ് ഓൾ. ഇത്രയേ ഉള്ളൂ. ബൈ. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ പുറത്ത് വരെ പോവാണ് ഗൈസ്. എന്തിനാ പോകണമെന്നറിയോ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാം. ചേച്ചി എൻ്റെ അടുത്തുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് ബാക്കി പറയാനായിട്ട് സമ്മതിച്ചിട്ട് ഗൈസ്. പുള്ളിക്കാരിക്കാണെങ്കിൽ ഭയങ്കര വലിയ ഞാൻ വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒരിക്കലും ഫീസ് തരുന്നതേയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ എത്തി. ചെങ്ങമ്പുഴ പാർക്ക് നടന്ന് പോയി. അവിടെ നേരെ ഞങ്ങളിപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ് ഗൈസ്. ഇനി നമ്മുടെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു ഹോട്ടൽ JJ എന്ന് പറഞ്ഞൊരു, അവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് മേടിക്കാൻ പോയത്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഫുഡ് റെഡി ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ കടയിൽ വന്നിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പാഴ്സൽ മേടിച്ചിട്ട് പോകും. അങ്ങനെ ഗൈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പാഴ്സൽ കിട്ടി. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോവാണ് ഗൈസ്. ഹോസ്റ്റലിലേക്ക് പോകാൻ ഞാൻ നേരെ ചാടി ഇറങ്ങി പുറത്തോട്ട്. നല്ല രസമായിരുന്നു സംസാരിച്ചൊക്കെ പോകുന്നത് കേട്ടോ. അവരാണെങ്കിൽ ഒരിക്കലും വ്ളോഗിന് നിൽക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.